വിൻഫാസ്റ്റ് എന്ന് പറയുന്ന വിയറ്റ്നാമീസ് കാർ മാനുഫാക്ചറിംഗ് കമ്പനി ഇന്ത്യയിലേക്ക് വരുന്നത് 2025 ആദ്യത്തോടെയാണ്. അവരുടെ പ്രീമിയം മോഡൽസായ VF6ഉം VF7ഉം ലോഞ്ച് ചെയ്തുകൊണ്ടാണ് ഇന്ത്യയിലേക്ക് വരുന്നത്. ഇതൊരു വിയറ്റ്നാമീസ് കമ്പനിയാണെങ്കിലും നിലവിലുള്ള അവരുടെ എല്ലാ മോഡലുകളും നിർമ്മിക്കുന്നത് തമിഴ്നാട്ടിലെ തൂത്തുക്കുടിയിലുള്ള 400 ഏക്കറോളം ഏരിയയിൽ പരന്നു കിടക്കുന്ന അവരുടെ മാനുഫാക്ചറിംഗ് പ്ലാന്റിലാണ്. അതുകൊണ്ട് തന്നെ അവരുടെ എല്ലാ മോഡൽസും മെയ്ഡ് ഇൻ ഇന്ത്യയാണ്. ചൈനീസ് കമ്പനിയായ BYD ഇന്ത്യയിൽ കൊണ്ടുവന്ന ഒരു സ്ട്രാറ്റജിയിൽ തന്നെയാണ് വിയറ്റ്നാമീസ് കമ്പനിയായ വിൻഫാസ്റ്റും വർക്ക് ചെയ്യുന്നത്. ആദ്യം കുറച്ച് പ്രീമിയം മോഡൽസ് കൊണ്ടുവന്നു, അതിനുശേഷം പതുക്കെ കുറച്ചും കൂടി അഫോർഡബിൾ ആയിട്ടുള്ള മോഡലുകളാണ് അവർ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യുന്നത്. വിൻഫാസ്റ്റ് ഇന്ത്യയിൽ ഏറ്റവും റീസെൻ്റായി ലോഞ്ച് ചെയ്ത മോഡലാണ് VF MPV7. ഒരു 7 സീറ്റർ MPV വാഹനമാണിതെന്ന് പറയാം. അവരുടെ പ്രീവിയസ് മോഡലുകളായ VF6ലും VF7ലും കണ്ട ആ ഒരു ഡിസൈൻ DNA ഓവറോൾ നമുക്ക് ഈ ഒരു വാഹനത്തിലും കാണാൻ പറ്റും. പ്രത്യേകിച്ചും മുന്നിലും പിന്നിലും അവരുടെ ലോഗോയോട് ചേർന്ന് ഇൻ്റഗ്രേറ്റ് ചെയ്തിരിക്കുന്ന ലൈറ്റ് യൂണിറ്റ് വളരെ മനോഹരമായിട്ട് തന്നെയാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഒരു 7 സീറ്റർ വാഹനം ആയതുകൊണ്ട് തന്നെ ഓവറോൾ ഒരു ബോക്സി സ്റ്റൈലിംഗ് അല്ലെങ്കിൽ ആ ഒരു പ്രൊപ്പോർഷനായിട്ടുള്ള ഒരു ബോക്സി ഡിസൈൻ ഓവറോൾ നമുക്കിതിൽ ഫീൽ ചെയ്യുന്നുണ്ട്. അത് വളരെ നന്നായിട്ടാണ്. ഒരു റോഡ് പ്രസൻസ് കുറച്ചും കൂടി, അല്ലെങ്കിൽ ഈ ഒരു സെഗ്മെൻറ്റിൽ മറ്റ് മോഡലുകളായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചും കൂടി ഒരു റോഡ് പ്രസൻസ് ഈ ഒരു വാഹനത്തിന് ലഭിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല. ഫ്രണ്ടിൽ ഡിസൈനിൽ വെർട്ടിക്കലി സ്റ്റാക്ക് ചെയ്തിട്ടുള്ള LED പ്രൊജക്ടർ ഹെഡ്ലാമ്പ് യൂണിറ്റ്സ് കാണാൻ പറ്റും. അതുതന്നെ ബ്ലാങ്ക് ഓഫ് ആയിട്ടുള്ള ഒരു ഗ്രില്ലും കൊടുത്തിട്ടുണ്ട്. റിയറിലേക്ക് വരുമ്പോഴും ലോഗോയുമായി ചേർന്ന് നിൽക്കുന്ന ആ ഒരു ടെയിൽ ലൈറ്റ് യൂണിറ്റ് കൂടാതെ ഒരു വെർട്ടിക്കൽ ഡിസൈൻ എലമെൻറ്റും അതേപോലെ തന്നെ ക്ലാഡിങ്സും റിയർ ക്ലാഡിങ്സും നമുക്ക് കാണാൻ പറ്റും. സൈഡ് പ്രൊഫൈലിലേക്ക് വരുമ്പോൾ 19 ഇഞ്ചിൻ്റെ എയറോഡൈനാമിക്കലി ഡിസൈൻഡ് വീൽസ് ആണ് കൊടുത്തിട്ടുള്ളത്. അതേപോലെ തന്നെ ബോഡി കളേർഡ് ORVMs ആണ്. അതിൽ ടേൺ ഇൻഡിക്കേറ്റേഴ്സ് കൊടുത്തിട്ടുണ്ട്. ഓവറോൾ ആ ഒരു വിൻഡോ ലൈനപ്പിൽ ഒരു ക്രോം സ്ട്രിപ്പ് നമുക്ക് കാണാൻ പറ്റും. വീൽ ആർച്ചസിലും അതേപോലെ തന്നെ ലോവർ പോർഷൻസിലും നമുക്കൊരു ക്ലാഡിങ്ങും കാണാൻ സാധിക്കും. വാഹനത്തിൻ്റെ ആകെ നീളം 4740 മില്ലിമീറ്ററും വീതി 1872 മില്ലിമീറ്ററുമാണ്. 1734 മില്ലിമീറ്ററാണ് ഉയരം. 2840 വീൽ ബേസ് എന്നുള്ളത് ഈ ഒരു സെഗ്മെന്റിലെ തന്നെ ഏറ്റവും കൂടിയ വീൽ ബേസ് ആണ്. 126 ലിറ്ററാണ് സ്റ്റാൻഡേർഡ് ബൂട്ട് കപ്പാസിറ്റി വരുന്നത്. ഡിസൈൻ എലമെന്റ്സിൽ റൂഫ് മൗണ്ടഡ് സ്പോയിലറും റിയർ വൈപ്പറും ഷാർക്ക് ഫിൻ ആന്റിനയും നൽകിയിട്ടുണ്ട്. ഇന്റീരിയറിലേക്ക് വരുമ്പോഴാണ് ഏറ്റവും സർപ്രൈസ്ഡ് ആയിട്ടുള്ള കാര്യം. ഫ്ലാറ്റ് ബോട്ടം സ്റ്റിയറിംഗിൽ നൽകിയിരിക്കുന്ന കുറച്ചധികം ബട്ടൺസ് അല്ലെങ്കിൽ സ്വിച്ചുകൾ ഒഴിച്ചു കഴിഞ്ഞാൽ വളരെ മിനിമലിസ്റ്റിക് ആയിട്ടുള്ള ഒരു കോമൺ ടച്ച് സ്ക്രീനോടുകൂടിയ ഒരു ഡാഷ്ബോർഡാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. വാഹനത്തിൻ്റെ കംപ്ലീറ്റ് കൺട്രോളും അതേപോലെ തന്നെ ഇൻഫർമേഷൻസും ഈ ഒരു ടച്ച് സ്ക്രീനിലാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഡ്യുവൽ ടോൺ ബ്ലാക്ക് ആൻഡ് ബ്രൗൺ തീമിലും ഓൾ ബ്ലാക്ക് തീമിലും വാഹനത്തിൻ്റെ ഇൻറ്റീരിയർ അവൈലബിൾ ആണ്. ഒരു തിയേറ്ററിലേക്ക് പൊസിഷനിങ് ആണ് സീറ്റ്സിന് നൽകിയിട്ടുള്ളത്. എല്ലാ സീറ്റുകൾക്കും അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റും 3-point സീറ്റ് ബെൽറ്റും ലെതറൈറ്റ് അപ്ഹോൾസ്റ്ററിയും നൽകിയിട്ടുണ്ട്. ഈ ഒരു സെഗ്മെന്റിലെ തന്നെ ഏറ്റവും മികച്ച തേർഡ് റോ സ്പേസിംഗ് നൽകുന്ന വാഹനമാണ് VF MPV7. ഇതുകൂടാതെ മുന്നിൽ വയർലെസ് ഫോൺ ചാർജിനുള്ള ഓപ്ഷനും അതേപോലെ തന്നെ കപ്പ് ഹോൾഡേഴ്സും അല്ലാതെ ഒരു സ്റ്റോറേജ് ഏരിയയും നൽകിയിട്ടുണ്ട്. ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോളും 3 റോയ്ക്കും വേണ്ടിയിട്ടുള്ള ഡെഡിക്കേറ്റഡ് AC വെൻസും എടുത്തു പറയേണ്ട കാര്യങ്ങളാണ്. സേഫ്റ്റിയുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ 4 എയർ ബാഗ്, റിയർ പാർക്കിംഗ് ക്യാമറ വിത്ത് സെൻസേഴ്സ്, ഇലക്ട്രോണിക് പാർക്കിംഗ് ബ്രേക്ക്, ഹിൽ ഹോൾഡ് അസിസ്റ്റ്, ടയർ പ്രഷർ മോണിറ്ററിംഗ് സിസ്റ്റം എന്നിവ നൽകിയിട്ടുണ്ട്. VF MPV7ന്റെ റൈവൽസ് എന്ന് പറയുമ്പോൾ പ്രധാനമായിട്ടും വരുന്നത് കിയ കാരൻസ് ക്ലാവിസ് EVയും അതേപോലെ തന്നെ മഹീന്ദ്ര XUV 9S EVയുമാണ്. പവർ ഫിഗേഴ്സിലേക്ക് വരുമ്പോൾ ഏറ്റവും എടുത്തു പറയേണ്ട കാര്യം ഇതൊരു സിംഗിൾ വേരിയന്റിലാണ് ഈ ഒരു മോഡൽ വിപണിയിൽ എത്തുക എന്നുള്ളതാണ്. 517 കിലോമീറ്റർ റേഞ്ച് ഓഫർ ചെയ്യുന്ന 60.13 kWh ഒരു ബാറ്ററി പാക്കാണ് വാഹനത്തിന് നൽകിയിട്ടുള്ളത്. 204 ഹോഴ്സ് പവർ 280 ന്യൂട്ടൺ മീറ്റർ ടോർക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഫ്രണ്ട് ആക്സിൽ മൗണ്ടഡ് ഇലക്ട്രിക് മോട്ടോറാണ് വാഹനത്തിന് ഉള്ളത്. 0 നിന്നും 100 അണ്ടർ 9 സെക്കൻഡ്സ് മാത്രം മതിയാവും. ഈക്കോ, നോർമൽ, സ്പോർട്ട് എന്നീ 3 ഡ്രൈവിംഗ് മോഡുകൾ കൂടാതെ ഒരു ബ്രേക്ക് റീജനറേഷൻ മോഡും നൽകിയിട്ടുണ്ട്. 80 കിലോവാട്ടിന്റെ DC ഫാസ്റ്റ് ചാർജിങ്ങിൽ 10% നിന്നും 70%ലേക്ക് എത്താൻ 30 മിനിറ്റുകൾ മാത്രം മതിയാവും. VF MPV7 എടുക്കാൻ ആഗ്രഹിക്കുന്നവർ എക്സ്ചേഞ്ചിന് തയ്യാറാണെങ്കിൽ 2 ലക്ഷം രൂപ വരെ ഇൻസെന്റീവ് കമ്പനി ഓഫർ ചെയ്യുന്നുണ്ട്. ഇതുകൂടാതെ 3 വർഷത്തെ ഫ്രീ മെയിൻ്റനൻസും 7 വർഷത്തെ വാഹനത്തിനുള്ള വാറണ്ടിയും 10 വർഷത്തിനുള്ള ബാറ്ററി പാക്കിനുള്ള വാറണ്ടിയും കമ്പനി ഓഫർ ചെയ്യുന്നു. VF6നും VF7 കസ്റ്റമേഴ്സിനും ഉള്ളതുപോലെ തന്നെ VF MPV7 വിൻഫാസ്റ്റിന്റെ കസ്റ്റമേഴ്സിനും V-Green EV ചാർജിംഗ് സ്റ്റേഷൻസിൽ 2029 മാർച്ച് 31 വരെ ഫ്രീ ആയി ചാർജ് ചെയ്യാം. VF MPV7 ഏറ്റവും കൂടുതൽ കോമ്പറ്റീഷൻ നൽകുന്ന കിയ കാരൻസ് ക്ലാവിസ് EVക്ക് 17.99 ലക്ഷം രൂപ മുതൽ 24.99 ലക്ഷം രൂപ വരെയാണ് എക്സ് ഷോറൂമിൽ വരുന്നത്. എന്നാൽ മഹീന്ദ്ര XUV 9Sന്റെ പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത് 19.95 ലക്ഷം രൂപ മുതൽ 29.45 ലക്ഷം രൂപയാണ് എക്സ് ഷോറൂം. സിംഗിൾ വേരിയന്റ് മാത്രമുള്ള VF MPV7 കമ്പനി അനൗൺസ് ചെയ്തിരിക്കുന്ന പ്രൈസ് 24.49 ലക്ഷം രൂപയാണ് എക്സ് ഷോറൂം. ഈ ഒരു EV 517 കിലോമീറ്റർ റേഞ്ച് നൽകുന്നത് കൊണ്ട് തന്നെ വേണമെങ്കിൽ ഹൈക്രോസിനുൾപ്പെടെ ഒരു കോമ്പറ്റീഷൻ ആണെന്ന് പറയാം. കമ്പയർ ആ ഒരു പ്രൈസ് റേഞ്ചും കാര്യങ്ങളൊക്കെ കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചും കൂടി അഫോർഡബിൾ ആയിട്ടുള്ള ഒരു 7 സീറ്റർ EV ആണ് എന്ന് പറയാം. പക്ഷേ ചില ഫീച്ചേഴ്സിൻ്റെ കാര്യത്തിൽ വിൻഫാസ്റ്റിന് സ്കോർ ചെയ്യാൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് വസ്തുത. എന്നാൽ മറ്റ് മോഡൽസ് ഇപ്പോൾ XUV 9S ആയാലും അതേപോലെ തന്നെ കിയ കാരൻസ് ക്ലാവിസ് EV ആയാലും കുറച്ചും കൂടി എല്ലാം ഫീച്ചർ റിച്ച് ആയിട്ടുള്ള ഒരു മോഡലായിട്ടാണ് നിലവിൽ ഈ ഒരു സ്പെക്ക് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത്. പക്ഷേ കമ്പനി ഓഫർ ചെയ്യുന്ന ഈ ഒരു ഫ്രീ മെയിൻ്റനൻസും ബാറ്ററി വാറണ്ടിയും കാര്യങ്ങളും അല്ലെങ്കിൽ ഫ്രീ ചാർജിങ് ഓപ്ഷൻസും എല്ലാം ചിലപ്പോൾ കുറച്ചും കൂടി മാർക്കറ്റിൽ സ്കോർ ചെയ്യാൻ അവരെ ഹെൽപ്പ് ചെയ്തേക്കും. അപ്പോൾ ഇതൊക്കെയാണ് VF MPV7നെ കുറിച്ചുള്ള ഡീറ്റെയിൽസ്. നിങ്ങളൊരു 7 സീറ്റർ EV നോക്കുമ്പോൾ വിൻഫാസ്റ്റ് VF MPV7നെ പരിഗണിക്കുമോ ഇല്ലയോ എന്നുള്ള അഭിപ്രായങ്ങൾ കമൻറ്റുകളായിട്ട് രേഖപ്പെടുത്തുക.
ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഫോളോ ചെയ്യാനും മറക്കണ്ട. സ്റ്റേ ട്യൂൺഡ് വിത്ത് us.